2012 ക്യാൻസർ വന്നു. ക്യാൻസർ വന്നപ്പം പിന്നെ അതിൻ്റെ ചിലവും മറ്റുമായിട്ട് ചായക്കട നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ ചിലവായി. കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തപ്പോഴേ സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ ചിലവായി. അങ്ങനെ ജീവിക്കാൻ നിവൃത്തിയിലൊരു കൊച്ചു കുടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ലൈഫ് മിഷൻ നമുക്കൊരു വീട് തന്ന്. നവകേരളം, നന്മയുള്ള കേരളം, വികസന വസന്തത്തിന്റെ 10 വർഷങ്ങൾ. അഞ്ച് ലക്ഷം കുടുംബങ്ങളിൽ പുഞ്ചിരി വിരിയിച്ച യഥാർത്ഥ കേരള സ്റ്റോറി. LDF സർക്കാർ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. വീട് എന്ന അടിസ്ഥാന ആവശ്യം പോലും നിറവേറ്റപ്പെടാത്ത മനുഷ്യരുടെ വേദനകളും പ്രയാസങ്ങളും പരിഹരിക്കാൻ അങ്ങേയറ്റത്തെ ജാഗ്രതയോടെ ഇടപെട്ട സർക്കാരാണ് LDF സർക്കാർ. ലൈഫ് ഭവന പദ്ധതിക്ക് രൂപം നൽകിയത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. 10 വർഷത്തെ ഭരണം LDF പൂർത്തിയാക്കുമ്പോൾ 5 ലക്ഷം വീടുകൾ കേരളത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 5 ലക്ഷം കുടുംബങ്ങൾക്ക് കിടപ്പാടം ഒരുക്കിയ ഒരു സർക്കാർ രാജ്യത്ത് തന്നെ ആദ്യമായിരിക്കും. 5 ലക്ഷം കുടുംബങ്ങളിൽ സംതൃപ്തിയുടെ പുഞ്ചിരി വിരിയിച്ച, 5 ലക്ഷം കുടുംബങ്ങൾക്ക് കരുതലിന്റെ തണലൊരുക്കിയ LDF സർക്കാർ ജനക്ഷേമത്തിന്റെ പുതിയ മാതൃക തീർക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച 6,40,046 വീടുകളിൽ 5,364 വീടുകൾ പൂർത്തിയായി. ശേഷിക്കുന്ന 1,03,682 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ഭവനരഹിതർക്കായി രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ ഭവന പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഭവന നിർമ്മാണത്തിനായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് കേരളത്തിലാണ്. ജനറൽ വിഭാഗത്തിന് 4 ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 6 ലക്ഷം രൂപയും സർക്കാർ നൽകുന്നു. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പകുതി തുക പോലും നൽകുന്നില്ലെന്നതും ഓർക്കണം. 5 ലക്ഷം പേർക്ക് വീടൊരുക്കാൻ ആകെ ചെലവഴിച്ചത് 20,831.6 കോടി രൂപയാണ്. ഇതിന്റെ 88% തുകയും, അതായത് 18,342.7 കോടി രൂപയും സംസ്ഥാനം ചെലവഴിച്ചതാണ്. PMY ഗ്രാമീൺ, അർബൻ വിഭാഗങ്ങളിൽപ്പെട്ട ചുരുക്കം ചില ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് വീട് നിർമ്മാണത്തിന് കേന്ദ്രം സഹായം നൽകുന്നത്. ഒരു വീടിന് 72,000 രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. നഗരമേഖലയിൽ 1.5 ലക്ഷം രൂപയാണ് കേന്ദ്രവിഹിതം. ഈ തുക കൊണ്ട് എങ്ങനെ വീട് പണിയുമെന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല. ഈ ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ നൽകുന്നുണ്ട്. ഈ നാമമാത്രമായ കേന്ദ്ര സഹായം കൈപ്പറ്റുന്നവർ വീടിനു മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിക്കണമെന്ന നിബന്ധനയാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ നിബന്ധന നടപ്പാക്കാനാകില്ലെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. അധികാരത്തിലെത്തിയാൽ ലൈഫ് പദ്ധതി തന്നെ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ച UDFന്റെ എതിർപ്പുകളെ കൂടി അതിജീവിച്ചാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. ഇതിനു പുറമെയാണ് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി നടപ്പാക്കിയ പുനർഗേഹം പദ്ധതി. 2,450 കോടി രൂപ ചെലവഴിച്ച് 2,760 വീടുകളും 738 ഫ്ളാറ്റുകളും നിർമ്മിച്ചു. 3,498 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മേൽ ആശ്വാസത്തിന്റെയും കരുതലിന്റെയും രക്ഷാകവചം തീർത്ത LDF സർക്കാർ സമാനതകളില്ലാത്ത ഒരു മാതൃകയാണ് സൃഷ്ടിച്ചത്. നന്മയുടെയും മാനവികതയുടെയും ഈ ജനപക്ഷ മാതൃക തുടരുക തന്നെ വേണം. കഷ്ടപ്പെടുന്ന മനുഷ്യനെ കരുതലോടെ ചേർത്ത് പിടിക്കാൻ LDF അല്ലാതെ മറ്റാര്? ഈ നന്മകൾ തുടരട്ടെ. LDF സർക്കാർ തുടരട്ടെ.